കോൺഗ്രസ്സുകാർ ധൈര്യമായിട്ട് BJP ഓഫീസിലോട്ട് വന്നോളൂന്നാ പറയുന്നത്. അല്ല, ദണ്ഡ എടുത്തു വെച്ചു എന്നുള്ളത് എന്തിനുള്ളതാണ്? ദണ്ഡ എന്തിനുള്ളതാണ്? ധൈര്യം ഉണ്ടെങ്കിൽ വന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ധൈര്യമായിട്ട് വരട്ടെ. എന്തിനാ BJP ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത്? എന്തിനാണ് BJP ഓഫീസിലോട്ട് വരാൻ പേടിക്കുന്നത്? എന്തിനാണ്? ഇതിലെവിടെയാണ് പ്രകോപനം വരുന്നത്? അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് അതിനകത്ത് പ്രകോപനമുള്ള രീതിയിൽ ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല. ഇതൊക്കെ കണ്ട് പേടിക്കുന്ന ആളുകളോട് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ 1-2 ദിവസമായി വളരെ ഈ പറഞ്ഞ രീതിയിൽ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വളരെ മോശമായ രീതിയിൽ പല കേസുകളുടെ കാര്യങ്ങളൊക്കെ പറയണ്ട. അതൊക്കെ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൊലപാതക കേസിൽ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെ കൊലപാതക കേസിലെ പ്രതിയായിരുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി. പിന്നെ ഇത്തരത്തിലുള്ള എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഭരിക്കുന്ന സമയത്ത്, അതായത് കോൺഗ്രസുകാരും CPMകാരും ഭരിക്കുന്ന സമയത്ത്, കേരളം ഭരിക്കുന്ന സമയത്ത് നിരവധിയായ ഇത്തരത്തിലുള്ള സംഘപരിവാർ പ്രവർത്തകരെ ഇതുപോലുള്ള രാഷ്ട്രീയപരമായ കേസുകളിൽ ഉൾപ്പെടുത്താറുണ്ട്. അത്തരത്തിലുള്ള കേസുകളിൽ ഉൾപ്പെട്ടു എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആരും അതിനകത്ത് കുറ്റക്കാരാവണമെന്നില്ല. കുറ്റക്കാരെ തീരുമാനിക്കുന്ന കോടതിയാണ്. പിന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള സന്ദീപിന്റെ ചരിത്രമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സന്ദീപ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയില്ലായിരുന്നുവെങ്കിൽ സന്ദീപിനെ പുറത്താക്കേണ്ടിയിരുന്നത് എന്തെല്ലാം കാരണത്തിന്റെ പേരിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് കഥകൾ എന്നുള്ളത്. നിങ്ങളെല്ലാവരും മാധ്യമ പ്രവർത്തകരാണ്. പിന്നെ തൃശ്ശൂരിലൂടെ ആള് ഓടിയത് എന്തിനാണെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെല്ലാം കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിലോട്ടൊന്നും ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. കൂടുതൽ ചരിത്രം വിളമ്പിപ്പിക്കാതിരുന്നാൽ എല്ലാവർക്കും നല്ലത്. അതിനകത്ത് കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമാണ്. അതുകൊണ്ട് അതിനകത്ത് കൂടുതലൊന്നും പ്രതികരിക്കാനില്ല. 2, ഇത്തരത്തിൽ രാഷ്ട്രീയപരമായി എതിരാളികളെ ജയിലിനകത്തേക്ക് ആക്കുക എന്നുള്ളത് CPMന്റെയും കോൺഗ്രസിന്റെയും ഒരു നയം തന്നെയാണ് അവർ ഭരിക്കുന്ന സമയത്ത്. അപ്പോൾ അതിനെ നിയമപരമായി തന്നെ അതിന്റെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നിങ്ങൾ അമിത്ഷാജിയെ 6 മാസത്തോളം ജയിലിലിട്ട ഭരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെ ജയിലിനകത്താക്കാൻ ശ്രമിച്ച ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ആളുകളെ നിശബ്ദരാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ പ്രതികരണങ്ങൾ വന്നുകൊണ്ടേയിരിക്കും എന്ന് മാത്രമേ ഇതിനോട് എനിക്ക് പറയാനുള്ളൂ. ഇതേ ചോദ്യം തന്നെയാണ് ഗൗരി ചോദിക്കാൻ ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞങ്ങൾ ആരെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ BJP ഒരു ചർച്ച എന്ന് പറഞ്ഞില്ല. കാരണം പാലക്കാട്ടെ ഞാൻ പറയുന്നത് പോലീസ് ചർച്ച വിളിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്. അത് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ചർച്ചയ്ക്ക് വരാത്തത്. ഞങ്ങൾ പോലീസ് വിളിച്ച ചർച്ചയ്ക്ക് ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പരിപാടിയുടെ എല്ലാം തുടക്കമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെ എല്ലാം തുടക്കം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭ നടത്തിയ ഒരു പരിപാടി അലങ്കോലമാക്കിക്കൊണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഞങ്ങൾ MLA ഓഫീസ് മാർച്ച് വെച്ചിരുന്നു, DCC ഓഫീസ് മാർച്ച് വന്നിരുന്നു. ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഓഫീസിനകത്ത് കയറി ഏതെങ്കിലും സാധനങ്ങൾ തല്ലി തകർക്കാൻ നിന്നിട്ടില്ല. ഇവിടെ കേരളത്തിൽ എല്ലാ ദിവസവും സമാധാനപരമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടക്കാറുണ്ട്.